അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതൊക്കെ വാങ്ങിയിട്ട് സാധനം നമ്മൾ വാങ്ങണതിൻ്റെ എണ്ണം കൂടിപ്പോവും. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഷാജേട്ടൻ പോകുമ്പോൾ കുറേശ്ശെ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, എണ്ണയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞു നല്ല കേട്ടോ, കാര്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മല്ലി മുളകും നമ്മൾ മാവേലിക്ക് വാങ്ങാൻ വേണ്ടി പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം മുതൽ ഒരു 2 മാസത്തോളമായി നമ്മളിപ്പോൾ ഈ മല്ലിയും മുളകും വാങ്ങാൻ തുടങ്ങിയിട്ട്, പൊടി വാങ്ങാൻ തുടങ്ങിയിട്ട്. മറ്റത് മല്ലി മുളകും നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ്. അതേ നമുക്ക് ഒക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ വാങ്ങുകയാണ് ചെയ്യാറ് കേട്ടോ. ഒരു കട്ടിപ്പ് ചോയ വരാറുണ്ട് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പൊടി ചിലത് ഓക്കെ ആവും, ചിലത് ഓക്കെ ആവില്ല. ഇപ്രാവശ്യത്തെ മല്ലിപ്പൊടി ഒരു ചെറിയൊരു കട്ടിപ്പ് ചോയ ഉണ്ട്. നമുക്കത് മീറ്റ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഓക്കെ ആയാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ പൊടി അങ്ങോട്ട് മാറുമ്പോഴാണ് നമുക്ക് എങ്ങനെ വെച്ചാലും അത് റെഡി ആവുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അതാത് പാത്രങ്ങളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങോട്ട് ഒരുങ്ങിയല്ലോ. ഷാജേട്ടൻ കൊടുത്തിരിക്കുന്നത് കുഞ്ഞേ ചീരയും കുഞ്ഞേ കോരയും കോരമീനാണ്. കോര ഉണ്ടായിരുന്നു, പിന്നെ അതിനകത്ത് അയില ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് നീറ്റാലൊക്കെ ഭയങ്കര തല കടച്ചിൽ, ബോഡി പെയിനും പനിക്കൊരു കുറവുണ്ട്. പക്ഷെ നല്ല ബോഡി പെയിനും തലവേദനയുണ്ട് കേട്ടോ. ഒരു 6 മണിക്ക് വൈകിട്ട് ശേഷമാണ് നല്ലോണം വയ്യാണ്ടാവുക. പകലൊക്കെ അതേപോലെ എല്ലാ പണികളും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഒരു 5 മണി കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി പനിയും വരും. ഈ തലവേദനയും മേൽവേദനയൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഓടി വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഷാജേട്ടൻ പറഞ്ഞു ഞാൻ മീൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആൾ മീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോരമീനാണ്, കുഞ്ഞ കോരമീൻ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉള്ളിയും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം വറുക്കുകയും ചെയ്യാം, കുറച്ചെടുത്ത് വറ്റിക്കുകയും ചെയ്യാൻ. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ച് 2 നേരത്തിന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അന്ന് ഇന്നലെ വാങ്ങിയത്തെ. അപ്പോൾ അതിലത്തെ കുറച്ച് ചീരയും കൂടെ ഉണ്ട്. അത് ഉപ്പേരി വയ്ക്കുകയും ചെയ്യാം, 4 പപ്പടം ഇരിക്കേണ്ടത് അത് കാച്ചുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചാകുമ്പോഴത്തെ ഫുഡിൻ്റെ കാര്യം കൂടെ റെഡി ആയിക്കോളും. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എന്താ അറിയോ, ഷാജേട്ടനൊക്കെ മീൻ ഉണ്ടാക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം വേണം. പൂജുട്ടിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളത് ഡിടി പിടിച്ചിട്ട് ചെയ്യുന്ന പോലെ നമുക്കത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവരെ ഒരു കത്രികയും ഒരു കത്തിയും ഒക്കെ കൂടെ എടുത്തിട്ട് ചെന്നിരുന്ന് ഉണ്ടാക്കി വരുമ്പോഴേക്കും അവിടെ ഒരു വിധം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാവും ചെയ്യും. പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നും. ചെയ്തു തരുന്നതിന് കുറ്റം പറയല്ല, പക്ഷെ അതെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് അത്രയും പണി ഒരുങ്ങിയില്ലോ എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ മേടിക്കുമ്പോൾ ഇപ്പോൾ അര ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഇപ്പം മിക്കതും മേടിക്കാറ്. നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് ഓടിപ്പോയിട്ട് അങ്ങനെയാണ് മേടിക്കാറ്. ഇങ്ങനെ 1 ലിറ്റർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് വെച്ചാൽ കുറേ കാണുമ്പോൾ നമുക്ക് കുഞ്ഞതായിട്ടേ യൂസ് ചെയ്യുള്ളൂ. മറ്റേത് ഞാൻ മുന്നേക്ക് നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യും കേട്ടോ. എണ്ണ സംഭവങ്ങളൊക്കെ എനിക്ക് ഉപ്പേരിയിലേക്ക് മറക്കാൻ വേണ്ടിയിട്ടും മൊക്കയിലേക്കും നല്ല എണ്ണ വേണമായിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ കുറച്ച് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനിലേക്കുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇജാതി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അരിയാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതുവരെ ഷാജേട്ടൻ്റെ മീൻ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്കിപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ഗ്യാപ്പ് ഉണ്ട് അടുത്തത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടിക്കൊക്കെ പൂജയ്ക്ക് പിന്നെ ഇപ്പം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി എക്സാമിനും കാര്യങ്ങൾക്കും പോയാൽ മതിയാവും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. ഷാജേട്ടൻ ഇന്ന് വൈകിട്ടാണ് പോവേണ്ടാവുള്ളൂ. ഇന്ന് മിക്കതും വൈകിട്ടാണ് ആൾക്ക് പോകേണ്ട കാര്യമുള്ളൂ, സ്ഥലം പിടിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളും ഉച്ചാമത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടി പടഞ്ഞ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെയാണ്. ഒന്നാമത് വയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു സ്ലോ വരേണ്ടത്. ഈ തലയുടെ മേലല്ലേ ഒരു 10 കിലോ, ഞാൻ പറഞ്ഞ ഒരു 10 കിലോൻ്റെ സാധനം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണ പോലെയുള്ള അത്രയും കടച്ചിലും പേരും തലയ്ക്ക് ഭയങ്കര കനമാണ് കേട്ടോ. നീർക്കെട്ടിൻ്റെയാണ് മെയിനായിട്ട്. എന്താ വെച്ചാൽ ഞാൻ പല നേരത്താണ് എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 2 നേരം വെച്ച് ഞാൻ തല നനയ്ക്കും. എന്താ വെച്ചാൽ നമ്മുടെ മുറ്റടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വയർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല നനച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുപോലെ 2, 3, 4 പ്രാവശ്യമൊക്കെ മേലെഴുകി നട്ടപ്പാതിരയ്ക്ക് 3 മണിക്ക് 4 മണിക്കൊക്കെ നീട്ടിട്ട് ഞാൻ ചിലപ്പോൾ 3 മണിക്കൊക്കെ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഷാജേട്ടൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് മേലിൽ കൂടെ വെള്ളം ഒഴിച്ച് കിടക്കും. അപ്പോൾ പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. തണുപ്പിലിട്ട് അതുവരെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. ഈ ചൂടും നീർക്കെട്ടും ഈ വിയർപ്പ് ഇറങ്ങിയിട്ടൊക്കെ കൂടെ ആയിട്ട് ആ ഉത്സവം കഴിഞ്ഞാൽ മുതലങ്ങോട്ട് സീനാണ്. ഇതൊന്നും ഇങ്ങോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഈ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വന്ന പോലെ, ജലദോഷം ഒന്നും വന്ന പോലെ അങ്ങോട്ട് മാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട്, ചെറിയ ഉള്ളി ആട്ടോ നമ്മൾ മീനിലേക്കും കാര്യങ്ങൾക്കൊക്കെ എടുക്കാറ്. ഇനിയിപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കറി വെക്കണ പോലെ വഴറ്റി ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ
സവോള ചേർക്കും. എന്നാലും അതിനകത്ത് കുറച്ച് ചെറുള്ളി ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് ഇടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയൊന്നല്ല വയ്ക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതങ്ങോട്ട് ചതച്ച് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉരലിൽ ചതയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്താ പറയുക, എനിക്കെൻ്റെ തലവേദന കൊണ്ട് ഭയങ്കര കടച്ചിൽ, തലയ്ക്ക് ഭാരം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇടിക്കുമ്പോഴും കുത്തുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിക്സിയിൽ ഒന്ന് കറന്നാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞു വേവിക്കുമ്പോൾ ഒക്കെ. മറ്റേത് ഞാൻ അങ്ങനെ ഈ മിക്സിയിൽ ഇങ്ങനെ ചതയ്ക്കൽ എപ്പോഴെങ്കിലും ഉടായ്പൊക്കെ കാണിക്കുമ്പോഴാണ്. മറ്റേത് നമ്മൾ മൊത്തം അങ്ങനെ ആ കല്ലിൽ ചതയ്ക്കണതും മിക്സിയിലിട്ട് ഇതാക്കണം നമ്മുടെ ടേസ്റ്റ് മാറ്റം വരും. കല്ലിൽ ചതയ്ക്കുകയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ടേസ്റ്റൊക്കെ മതി വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് ചതയാണ്ടിരുന്നാൽ മതി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇരിക്കുന്ന 4 പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഇങ്ങനെ വയ്യാത്ത സമയത്തൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഹച്ചീന്ന് തുമ്പിയാലും നമുക്ക് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ കാലം മുന്നേ വീട്ടിലൊക്കെ ആവണം സമയത്തൊക്കെ കേട്ടോ. നമ്മളൊരു ഏജ് കഴിഞ്ഞ് നമ്മളൊരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് എത്ര വയ്യായിക ഉണ്ടെങ്കിലും നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കാണിക്കില്ല. എൻ്റെ കാര്യം കേട്ടോ, എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ തന്നെയാണ്. വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ കിടക്കുക അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ അവിടെ ഇടുകയും ചെയ്യാറില്ല. അമ്മ തന്നെ ചെയ്യും. അമ്മ നമ്മുടെ എല്ലാ റോളുകളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അത് എത്ര വയ്യാന്ന് പറഞ്ഞാലും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇതിലെത്തുമ്പോൾ, നമ്മളൊരു പ്രായത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാറില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടമ്പറ പോയിട്ടൊരു കിടത്തുണ്ട്. അപ്പോഴും ഇപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മൊത്തം അതായിരിക്കും, ഇനിയിപ്പോൾ അത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അതും കൂടെ കഴിയാൻ വേണ്ടി നിൽക്കും. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി, ശരീരം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഓക്കെ ആവേണ്ടാവില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ ഉണ്ടായി ഇന്നലെ. കുഴഞ്ഞിങ്ങോട്ട് പോവില്ലേ, ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ പറ്റിയെന്ന്. ആകെ ഞങ്ങോട്ട് വിയർത്ത് കുളിച്ചങ്ങോട്ട് കുഴഞ്ഞ് ഒരു 1.5-3 മണിക്കൂറോളം ഞാനങ്ങനെ ബോധമില്ലാത്ത പോലെ കിടന്നു. എനിക്കറിയാം എൻ്റെ ചുറ്റുപാടും നടക്കണ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്, സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല. അതുപോലെ നാവ് ഇങ്ങനെ ഇറങ്ങി പോവുക, തൊണ്ട ഡ്രൈ ആവുക, അങ്ങനെയൊക്കെ കൂടെ ഉണ്ടായിട്ട് പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, കുറച്ച് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചാൽ കൂടെ. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് എനിക്ക് വലിയ പാടുള്ള കാര്യമാണ്. അത്രയും എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്കും കാര്യത്തിനും പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ പോയിട്ടില്ല, വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കുറവ് തോന്നും പകലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും കുറഞ്ഞൂല്ലോ, ഇനിയിപ്പോൾ എന്തിനാ പോകണമെന്ന് തോന്നും. പക്ഷേ വൈകിട്ടതാകുമ്പോഴേക്കും രണ്ടാമത് വെച്ചിട്ട് എല്ലാം കൂടെ ഓടിപ്പാഞ്ഞ് വരികയും ചെയ്യും. നോക്കട്ടെ, ഇന്നൊരു ദിവസം കൂടെ നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ പോകണമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് എടുത്ത് വെച്ച വ്ളോഗാണ്, നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഒട്ടും വയ്യായിരുന്നു, ഇന്നലെ വയ്യാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട്, എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റണില്ല. അത്രയും തല കടഞ്ഞിട്ട് എനിക്കിങ്ങോട്ട് കണ്ണ് മിഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. ഇപ്പം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, അതും പിന്നെ തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് അതിനകത്ത് പാകത്തിന് പുളിയും പിഴിഞ്ഞ് ഒന്നിങ്ങടെ തക്കാളി ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്നൊന്ന് ഞെരടി ഉടച്ചെടുക്കുക. എന്നിട്ട് അത് ഉപ്പ് ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഇതിങ്ങനെ പെരണ്ടിരിക്കണ ഒരു ചാറ്, എന്താ പറയുക, മുളകിട്ട കറി. അപ്പോൾ അതിനകത്തേക്ക് ഈ ചതച്ചിട്ടതും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തക്കാളി പറഞ്ഞ പോലെ നമ്മുടെ കൈ കൊണ്ട് ഉടച്ച് ചേർക്കുമ്പോൾ ആ കറിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റ് വരും. പപ്പടമൊക്കെ കാച്ചിൽ കഴിഞ്ഞ് നമ്മൾ മീൻ കറിക്കുള്ള കാര്യങ്ങളും വെച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഈ കോര അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കോരയ്ക്ക് വേവാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും ആവില്ല, അതുകൊണ്ട് തന്നെ അതൊന്നിങ്ങോട്ട് ഇട്ടിങ്ങനെ ഇളക്കണ്ട, പൊട്ടിപ്പോവും അത് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് ചാറിലേക്ക് ഒന്ന് മുക്കി വെച്ചിട്ട് അതങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടു. ഇനി നമുക്ക് ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കറി വെച്ചതും വറുത്തതും വെച്ചതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കറി വെച്ചത് മാത്രമായാലും മതി. പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു ഇരിക്കട്ടെ, 2 നേരം വേണ്ടതല്ലെന്ന് ഓരോ വറുത്ത മീനും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഉപ്പേരി കാര്യമായിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ വറുത്തതും കൂടെ അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വയ്യാത്തതുകൊണ്ട് വീഡിയോ ഇടാണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ പോയപ്പോൾ വളാഞ്ചേരിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടതാണ് കേട്ടോ. 2 പിള്ളേർ വന്നിട്ട്, പഠിക്കുന്ന കുട്ടികളാണ്, വന്നിട്ട് പറഞ്ഞു, ചേച്ചിയെ ഞങ്ങൾ സബ്സ്ക്രൈബറാണ്, വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ് കേട്ടോ, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടായിരുന്നു. നമ്മളെ പിള്ളേരാണ്, എൻ്റെ കണ്ണൻകുട്ടീനെക്കാണ്ട് കുറച്ചും കൂടെ ഉണ്ട്, പെൺകുട്ടികളാണ് 2 കുട്ടികൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു. അതുപോലെ വേറെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഷോപ്പൊന്നും പറഞ്ഞു, അടിപൊളിയാണ് കേട്ടോ വീഡിയോ, ചേച്ചിയെ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ വലിയ സന്തോഷം. അതുപോലെ പൂരത്തിന് പോയപ്പോൾ, ചാത്തങ്കാവ് ഉത്സവത്തിന് പോയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഞാനങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ കാണുന്നല്ലാതെ അങ്ങനെ അവരോട് നമ്മൾ അങ്ങനെ അവർ
നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, അങ്ങനെ നമുക്ക് കണ്ട് പരിചയമുള്ളവരടക്കം വന്നിട്ട്, അങ്ങനെ വലിയ പരിചയമുള്ളവരല്ല, അവർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾ അടിപൊളിയാണ്. അതുപോലെ പൂജുട്ടിയെ പഠിപ്പിച്ച ടീച്ചേഴ്സും വന്നിട്ടും പറഞ്ഞു അടിപൊളിയാണ് വീഡിയോ, അങ്ങനെ തന്നെ പോട്ടെ, സൂപ്പറാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഞാനൊക്കെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ അടുത്തൊക്കെ പറയുമായിരിക്കും ആരെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ അല്ലെങ്കിൽ നമ്മൾ അറിയണവർ വന്ന് പറയുമ്പോൾ അത് കൂടുതൽ സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് ഓടി വന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ഞാൻ കുറേ നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി എൻ്റെ അടുത്ത് ചാനലിൻ്റെ പേരും കാര്യങ്ങളും ചോദിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ അപ്പോഴേക്കും പൂജിട്ടിയ പിള്ളേരോട് സംസാരിച്ചു. എനിക്ക് കുറച്ച് നേരം സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവരോട്. അത്രയും സന്തോഷം എനിക്ക്. ഞാനങ്ങോട്ട് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ, അതുപോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടു പോയതാട്ടോ. ഇന്നലെയൊക്കെ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോഴേക്ക് പിള്ളേരെങ്ങനെ ഓർമ്മ വന്നപ്പോൾ അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലോ അവരെ കണ്ട കാര്യം എന്നുള്ളത് ഇങ്ങനെ ഓർത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർമ്മിച്ച് പറഞ്ഞതാട്ടോ. ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ വിട്ട് പോകുമല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ കണ്ട് സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോയത്. ഇനി നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മീൻ വറുക്കാൻ വെച്ചു, കറി വെച്ചിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 നേരം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. വെയിലാവണേൻ്റെ മുന്നേ കൊടുക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് കോഴി വന്ന് കൊത്തുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ അടുത്ത അപ്പുറത്തെ വീട്ടിലൊക്കെ കോഴിയുണ്ട്. അപ്പോൾ മിക്കതും നമ്മുടെ പറമ്പിലായിരിക്കും ഒക്കെ ഈ ചോറും കാര്യങ്ങളൊക്കെ പുറത്ത് ഇടണേ കൊണ്ടേ നമുക്കങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, വറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ആ ബാക്ക് വശത്താണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനം മാറ്റണം, അല്ലെങ്കിൽ അതൊക്കെ കൊത്തി തിന്നോ എന്തോ അറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻ അപ്പളേക്ക് ഒരു ഭാഗമൊക്കെ മൂത്ത് വന്നു. അപ്പോൾ അത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഷാജേട്ടന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് കഴിഞ്ഞ് വേണം എനിക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൊരവസ്ഥയിലാണ് ഞാനും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. മീൻ വറുത്ത് കഴിഞ്ഞ് ഒക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് ഓരോരുത്തർ പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഒരുപാട് ഡ്രസ്സ് നമ്മൾ അലക്കിയത് 2-3 ദിവസത്തെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അലമാരയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം രാത്രി ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് രാത്രി ഉറക്കമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഉറക്കമില്ലാത്ത സമയത്താട്ടോ ഞാൻ ഈ വക പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെ കിടന്ന് നമുക്ക് ഫോണിൽ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കണ്ണ് വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താക്കും, ഒരു പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇട്ടിട്ട് ഞാൻ ഒക്കെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും കേട്ടോ. അങ്ങനെയാണ് ഞാൻ മിക്കതും എൻ്റെ ജോലി ചെയ്യുക. പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവും പകലും പാട്ട് കേട്ടാൽ എനിക്ക് മടുക്കില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ടാവും. അപ്പോൾ ആ പാട്ടുകളിട്ടിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പണികൾ പെട്ടെന്ന് തീരും. നമ്മൾ ആ ചെയ്യണ കാര്യങ്ങളുടെ ഭാരം നമുക്ക് അറിയാണ്ട് പോകും. അതുകൊണ്ട് തന്നെ അലമാരൊക്കെ ഭൂകമ്പം നടന്ന ഗുജറാത്തിലെ ഭൂകമ്പത്തിൻ്റെ അവസ്ഥ പോലെ ആകെ കൂടെ അങ്ങോട്ട് പാപ്പരായി കിടന്നിരുന്നു. അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു. ഇനി ഇപ്പുറത്തൊരു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബക്കറ്റുകളിലാണ് പൂച്ചട്ടിയുടെ ഒക്കെ കണ്ണൻകുട്ടിയുടെ ഒക്കെ വെച്ചിട്ടുള്ളത്. ഇനി അത് ഈ പറയണ പോലെ ഒരു ദിവസം ഇരുന്നിട്ട് അത് അങ്ങോട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഈ പിള്ളേർക്ക് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുഴിമടിച്ചത്. അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നീറ്റായി ഞാൻ പറഞ്ഞല്ലോ ഒക്കെ എനിക്ക് ഞാൻ അങ്ങനെ വെച്ചോടുത്ത് കറക്റ്റായിട്ട് അതൊക്കെ ഇങ്ങനെ കാണണം. ഇവരാണെങ്കിൽ ഒന്ന് വലിച്ചിട്ട് അത് അപ്പുറത്ത് വലിച്ചിട്ട് ഇപ്പുറത്ത് വലിച്ചിട്ട് എനിക്ക് അപ്പോൾ ഇങ്ങോട്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാനെന്തിനാ വെറുതെ മെനക്കെട്ട് ഇതൊക്കെ കൂടെ വയ്യാത്തോടത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നും കേട്ടോ. ചിലപ്പോൾ രാത്രിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണ്ട ഞാനിതൊക്കെ ഒന്ന് ചെയ്യട്ടെ രാത്രി പോലും എനിക്ക്. അപ്പോൾ ആ സമയത്താകുമ്പോൾ പിന്നെ എനിക്ക് വേറെ പാടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് എൻ്റെ പണികൾ അങ്ങനെ സ്മൂത്തായിട്ട് ഞാനങ്ങനെ ഓരോന്ന് ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാവുമ്പോൾ നമ്മളൊരാളെ കണക്കാക്കുക വേണ്ട. നമുക്കതങ്ങനെ ഒരു അലമ്പായി കിടക്കുമ്പോൾ എനിക്കിങ്ങനെ അലമ്പായി കിടക്കുമ്പോഴേ മൊത്തത്തിൽ വീട് ഒരു ഒട്ടും വൃത്തിയില്ലാത്ത പോലെ തോന്നും. പിന്നെ ഒന്നേ മുതലിച്ചിട്ട് ഒരു വിധം മൊത്തം ഞാൻ അങ്ങോട്ട് വൃത്തിയാക്കി കൊണ്ടുവരികയും ചെയ്യും. അതിനെക്കാട്ടിലും ഭേദം അപ്പപ്പോൾ വൃത്തിയാക്കി പോയാൽ വലിയ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ വറുത്തതായി, കറിയായി, അത് അവിടേക്ക് ഒന്ന് തുടച്ച് ബാക്കിയുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്കിനി ഫുഡ് കൊടുക്കേണ്ടവർക്ക് ഫുഡ് കൊടുക്കുക, കഴിക്കേണ്ടവർക്ക് കഴിക്കാം, പോകേണ്ടവർക്ക് പോവാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കിച്ചണൊക്കെ ഇങ്ങനെ ഒതുക്കി വൃത്തിയായി കിടന്ന് ഇനി നമുക്കിനിപ്പോൾ കിച്ചണിലേക്ക് നോക്കേണ്ട കാര്യമില്ല. രാവിലെ രാത്രിക്കൊക്കെ ഫുഡും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. മീൻ വറുത്തത്, ചോറ്, ഉപ്പേരി, മീൻകറി, പപ്പടം. അപ്പോൾ ഇനി 2 പേര് ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കാൻ വിചാരിച്ചു. ഷാജേട്ടനും അവർക്കൊന്നും ഇപ്പം തന്നെ ആയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് കഴിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോരുത്തർക്ക് ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങോട്ട് സമയം ഒക്കണ സമയം ചുരുക്കമാണ് കേട്ടോ. കണ്ണൻകുട്ടി ഉണ്ടെങ്കിലാണ് അവൻ്റെ കൂടെ, അല്ലെങ്കിൽ അവൻ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കണം എന്നുള്ള നിർബന്ധവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. മറ്റത് വിശക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ നേരത്തായിരിക്കും രാവിലെ ചായ കുടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വിശന്നിട്ട് വേണമല്ലോ. ഈ ഒരു വേനൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് വിശപ്പും കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ ഈ വെള്ളം അങ്ങനെ കുടിച്ച് നിറച്ച കാരണം ആർക്കും ഫുഡിൻ്റെ വലിയ ആവശ്യം
ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്കിത് 2 വറ്റ് കഴിച്ചിട്ട് ഒന്ന് കിടക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ഒന്നിനും ഒരു ടേസ്റ്റ് കിട്ടണില്ല കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി അതിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്യണില്ല. ഒരു എരിവോ ചൊടിയോ ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. ഉള്ളിൽ പനിച്ചിട്ടാ എന്താണെന്നാവോ. എല്ലാം കഴിക്കണം എന്നുണ്ട്, ഒരുപാട് എന്തൊക്കെയോ കഴിക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റണമില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കേട്ടോ. വെള്ളം കാര്യമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കേണ്ടത് അതന്നെ വലിയ ഭാഗ്യം. അത് കുടിക്കാത്ത സമയത്താണ് ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് മടപടപടാതെ കുറച്ച് അധികം വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഉപ്പ് ഇട്ട നാരങ്ങ വെള്ളം കുടിക്കും. BP ഒക്കെ കുറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവും കാര്യങ്ങളും വലിച്ചിലൊക്കെ വരാറ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ളത് എടുത്തിട്ട് 2 വറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. മീൻ കറിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം മതി, നല്ല ടേസ്റ്റ് ആവും. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് എന്തോ കഴിക്കണ പോലെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഉച്ചരിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ബാക്കിൽ ഈ കണ്ണൻകുട്ടി നാളികേരം കൊടുത്തിട്ട് ഇങ്ങനെ അതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവനെ പൊളിച്ചിട്ട് അതിൻ്റെ തുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇടാറുണ്ട്. ഇത് ഞാൻ അന്നാളൊരു ദിവസം അവിടെ ഒതുക്കി പെറുക്കി വെച്ചതായിരുന്നു. ചെക്ക രണ്ടാമതും വന്നിട്ട് അവിടെ അലമ്പാക്കിയിട്ടുണ്ട്. അപ്പം ഒന്ന് അതങ്ങോട്ട് അടിച്ച് വാരിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആ വേസ്റ്റ് ഇടുന്ന ഭാഗം അവിടെ ഒന്ന് കൈക്കോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിനി നാളെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു. എന്താ വെച്ചാൽ 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെച്ച് നിന്ന് കഴിഞ്ഞാൽ വിളക്കൊളുത്താറാകുമ്പോഴേക്കും ചൂലും കാര്യങ്ങളൊന്നും നിലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ച് വാരിയിട്ടിട്ട് നാളെ ഇനി അവിടേക്ക് ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് വെക്കണം. നമ്മുടെ ഈ ചീരയും കാര്യങ്ങളും ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അത് കോഴി കൊത്തി കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുരിങ്ങാക്കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. നാളെ നമുക്കത് വെച്ചിട്ട് കറി വെക്കാം, അല്ലെങ്കിൽ ആ ഇല അങ്ങനെ വെറുതെ വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണം. ഇനി നമ്മുടെ ചെടികൾക്കൊക്കെ ഓരോ ലേശം വെള്ളമൊക്കെ കൊടുക്കാം. ഇവിടെ നിന്നിട്ട് അവറ്റ് അങ്ങോട്ട് വാടി വശം കിട്ടുന്നുണ്ട്. ഇത് വേറെ എവിടെയും വെക്കാൻ വേണ്ടിയിട്ടും പറ്റണില്ല കേട്ടോ. ഇത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അന്ന് വന്നപ്പോൾ മുതൽ. അത് കാരണം എനിക്ക് വേറെ എവിടെയും മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അതിൽ മാത്രം ചെടിയൊന്നുമല്ല, കന്നിക്കൂർക്കലും തുളസിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേറെ എവിടേക്കും മാറ്റാനും വയ്യ, അത്രയും വെയിലും കാര്യമൊക്കെ അല്ലേ. ഇത് നമ്മൾ എന്നും ചെയ്യുന്ന പണികൾ തന്നെയാണ്, പക്ഷേ ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പോലെ ആയി പോകും കേട്ടോ. ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് വ്ളോഗിൽ പറഞ്ഞില്ലേ, നമ്മൾ മുറ്റടിച്ചോരാണ്ട് അങ്ങനെ കിടക്കുമ്പോൾ രാവിലെ അടിച്ചോരാത്ത വൈകുന്നേരം കിടക്കുമ്പോൾ തന്നെ ആകെ അലമ്പ. ഇതിപ്പോൾ റോഡ് സൈഡിൽ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമുക്ക് തന്നെ തോന്നും വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയല്ലാന്ന്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നില്ലേ എന്താ അത് ഇവിടെ ഇങ്ങനെ കിടക്കണം തോന്നണ്ട വെച്ചിട്ട് ഞാൻ ഈ 2 നേരം അടിച്ചു വാരുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അടിച്ച് വാരി പോട്ടേന്ന് വയ്ക്കും. ഇപ്പോൾ അത്രയും അലമ്പൊന്നും ഇല്ലെങ്കിൽ ഈ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും വൈകിട്ട് ഒന്ന് മുറ്റങ്ങനെ അടിച്ച് കിടന്നിട്ടില്ല, വെള്ളം തളിച്ചിട്ട് ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെ. ഇപ്പോൾ ആ ഇരിക്കുന്ന ഷീറ്റും കാര്യങ്ങളൊക്കെ ഷാജേട്ടൻ്റെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി വെച്ച് പോയതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബാക്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓലക്കൊടി കിടക്കുന്നുണ്ട്, അതൊന്ന് വെട്ടി വെക്കാനുണ്ട്. പിന്നെ അവിടെ ആകെ വലിച്ച് വാരിയിട്ട് ഈ കണ്ണൻകുട്ടിയുടെ ഒരു പോക്ക് അങ്ങോട്ട് പോയിട്ട് അവൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഈ കൊസ്രാക്കൊള്ളി പണികളുണ്ടാവും. ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് കോലുണ്ടാക്കുക, അങ്ങനെ ഇടാകൊള്ളി കോനിഷ്ട് പണികളിൽ അവിടെ ആകെ എന്താ പറയുക അലമ്പാക്കിയിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് തോന്നുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അടിച്ച് വാരിയിട്ട് 2-3 ദിവസത്തെ കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇനി വെയിലും ഉണ്ട് കേട്ടോ. 5:30 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പേരും വെയിലും ഈ കത്തിച്ചതിൻ്റെ ചൂടും ഒക്കെ കൂടെ ആയിട്ട് ഞാൻ മുഖം പൊത്തി ഓടാണ്. അപ്പോൾ ഈ വശത്ത് പോയി നോക്കുമ്പോൾ നമ്മുടെ മേശ ടേബിൾ, ഇത് നമ്മുടെ കച്ചവടത്തിൻ്റെ ടേബിൾ, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കൊടുന്ന് വെച്ചിരിക്കുക. നമുക്ക് ഇനി കുറച്ചധികം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾ വരും, വണ്ടിക്കാർ വരും. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുക. ഈ പട്ട വെട്ടി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടെ മല്ല് കെട്ടണ്ട വിചാരിച്ചിട്ട് പൂജിട്ട് പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ, അത് നാളെ ചെയ്യാം, ഒക്കെ കൂടെ ഒറ്റയടിക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവളിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളയും കാര്യങ്ങളൊക്കെയാണ് അതെന്തെങ്കിലും ആവശ്യമായിട്ട് നമുക്ക് ഇവിടെ പന്തലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷീറ്റ് പൊട്ടി വീണില്ലേ, ഇനി അതിന് കാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് നല്ല ഉറപ്പിലൊരു പന്തൽ കെട്ടണം. നമ്മുടെ വണ്ടി മൊത്തം പുറത്താ വെയിലത്താ. ഇനിയിപ്പോൾ മഴക്കാലമായാലും അതിൻ്റെ മുന്നൊക്കെ ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കൊണ്ട് വൃത്തിയായി. അവിടെയൊക്കെ പുല്ല് വരാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ചു വാരി ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വല്ല ഇഴജന്തുക്കളും വന്ന് കൂടും. എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് മേലെ കയറിയിരിക്കണമല്ലോ രാത്രിയൊക്കെ. അപ്പോൾ ഇത് കൂടെ അല്ലേ പോവാന്ന് വിചാരിച്ചിട്ട് ആ പട്ട അവിടെ നിന്ന് മാറ്റണം, അത് കൊത്തിയിടിഞ്ഞ് വെക്കണം. അതിനിപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഒതുക്കി വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു മുള തട്ടിയിട്ട് ചിലപ്പോൾ എങ്ങാനും നമ്മൾ വീണാലോ അതും മതി, ദണ്ടലും മുതോടിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ഫ്രണ്ട്സുകൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് കേട്ടോ നമുക്ക് വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വെറുതെ വീഡിയോ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. സബ്സ്ക്രൈബ്സും വ്യൂസൊക്കെ കൂടുമ്പോഴാണ് നമുക്കിതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോയിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചലഞ്ച് വീഡിയോയും പുറത്തുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയാൽ നമ്മൾ വീഡിയോസൊക്കെ സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലിമിറ്റേഷന് നമ്മുടെ പരിധിക്ക് അനുസരിച്ച് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.